ഹലോ. അപ്പോൾ നമ്മളെ കൂവ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കുറച്ച് കൂവ കിട്ടി, അത് അവിടുന്ന് കൊത്തി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പിന്നെ അതിന് കുറേ പണിയുണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമല്ലേ. കൂവ റെഡിയാക്കിയൊക്കെ വെക്കുകയാണ്. ഈ കുറച്ചും കൂടെ കൊണ്ടുവരാനുണ്ട്, അത് പിന്നെ ഇത് കാണിക്കാനാണ്. പിന്നെ ഇതൊക്കെ റെഡിയാക്കി അതിൻ്റെ മണ്ണും പൂപ്പലൊക്കെ പോക്കി ഒക്കെ റെഡിയാക്കണം. ഇതാ നല്ല കണ്ട, നല്ല ഇതുപോലത്തെ ഉള്ളത് കിട്ടണം. ചെറുതിൽ പിന്നെ വിത്തിൽ പൊടി ഉണ്ടാവില്ല, വലിയ കണ്ട കിട്ടണം. എല്ലാവർക്കും അറിയാലപ്പോൾ അതിനെ പറ്റിയൊക്കെ. പിന്നെ ഇതൊന്നും ഇപ്പോഴുള്ള പുതിയ ആൾക്കാരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പഴയ ആൾക്കാർക്ക് ഇതൊക്കെ വേണമല്ലോ. പിന്നെ ഇതാ കഴുകി വൃത്തിയാക്കുകയാണ്. അങ്ങനെ എല്ലാം ചെത്തി അരിഞ്ഞ് മണ്ണൊക്കെ മുഴുവനായിട്ട് പോക്കി എടുക്കണം. ഇതേപോലെ കഴുകി വൃത്തിയാക്കുകയാണ്. നല്ലൊരു വിധം വെള്ളം നമുക്ക് വേണം അത് കഴുകാനായിട്ട്. ഫുള്ള് മണ്ണാണ്. എല്ലാം റെഡിയാക്കി എടുക്കുക. ഇതൊക്കെ അമ്മയും വലിയമ്മയും ഒക്കെ ചെയ്യുന്നത് കണ്ട് നമ്മൾ പഠിച്ച് വെച്ചത് കൊണ്ട് അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നല്ല മരുന്നാണല്ലോ. നോമ്പിനിത് വളരെ അരച്ചെടുക്കുകയാണേ. ഇതുപോലെ എല്ലാം അരച്ചെടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഇതൊരു പാത്രത്തിലാക്കി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം അത് പിന്നെ നല്ലോണം തുണി വെച്ച് ഇതുപോലെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലിട്ട് അരിച്ചെടുക്കണം. രാത്രി ആയിട്ടോ, രാവിലെ തുടങ്ങിയിട്ടിപ്പോൾ രാത്രിയായി. രാത്രിയാണ് ഇത് ശരിയാക്കുന്നത്, അരിച്ചെടുക്കും. മൂന്നാമത്തെ ദിവസമായിട്ടോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ ആണുള്ളത്. ഇനിയിപ്പോൾ എല്ലാം അരിച്ച് റെഡിയാക്കി വെക്കണം. ഇതുപോലെ തുണിയിൽ അരിച്ചെടുക്കണം. നമ്മൾ അരിപ്പയിലൊന്നും അരിച്ചാൽ ശരിയാവില്ല. കണ്ടോ, ഇതാണ് പൊടി. കണ്ടോ, ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ചില്ല് കൂട്ടിലിരിക്കും പോലെ വെള്ളത്തിൻ്റെ അടിയിലിരിക്കുന്നതുണ്ട്. നല്ല പൊടിയാണത്. ഇതെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് പൊടിയൊക്കെ. ഇനി ഇതാ ഇതുപോലെ കുത്തി ഉടച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് ഉണക്കിയെടുക്കണം. കുത്തി ഉടച്ച് റെഡിയാക്കി എടുത്തിട്ട് നല്ലോണം നല്ലൊരു വൃത്തിയിൽ ഉണക്കിയെടുക്കണം. പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇത് റെഡിയാക്കുന്ന അന്ന് തന്നെ അമ്മാനെ സ്വപ്നം കണ്ടു. അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, മരിക്കുന്ന അന്ന് ചോദിച്ച സാധനം, മോളെ ലേശം കൂവപ്പൊടി കാച്ചി കിട്ടുമല്ലോ. അത് ഒരു വല്ലാത്ത ഒരു ഇതാണ്. അമ്മക്ക് നേർച്ച കൊടുക്കണം. നമ്മളെ വിശ്വാസമാണല്ലോ എല്ലാം. അൽഹംദുലില്ലാ എല്ലാം റെഡിയായി കിട്ടിയതാണ്. കണ്ടോ, ഇതാണ് കൂവപ്പൊടി. അങ്ങോട്ട് വാങ്ങുന്നതൊന്നും ശരിയാവില്ല. അതാ ഞാൻ കാച്ചി എടുത്തിട്ടുണ്ട് കുറച്ച്. അമ്മക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടി കൂവ റെഡിയാക്കിയതാ. അമ്മക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടി കാച്ചി എടുക്കിയതാ. കാച്ചി റെഡിയായി. അമ്മാൻ്റെ ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. അമ്മ മരിച്ചു പോയി. മരിക്കുന്ന അന്ന് എന്നോട് ചോദിച്ചു, മോളെ ഇത് പൂവല്ല വെള്ളം കിട്ടുമോ? പക്ഷേ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അമ്മക്ക് മറ്റല്ലോ മക്കളെ നമ്മൾ കുടിക്കുമ്പോൾ നമ്മളമ്മക്ക് മാപ്പാക്കും. മരിച്ചു പോയ ആൾക്കാർക്കൊക്കെ നമ്മളിഷ്ടപ്പെടുന്ന കവറിൽ കിടക്കുന്ന എല്ലാവർക്കും എത്തിച്ചോട്ടെ. ഇതൊക്കെ എന്ന് വെച്ചാൽ വല്ലാത്തൊരു മരുന്നും ശരീരത്തിനെല്ലാം കൊണ്ട് നമ്മൾ പെടുത്തി നടത്തി. പഞ്ചാര അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് പിന്നെ കാണാം. ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ.